പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുത്ത് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ മാനേജ്മെന്റ്. പ്രിൻസിപ്പൽ ഒ പി ജോയ്സി, എഡ്യൂക്കേറ്റർമാരായ സ്റ്റെല്ല ബാബു, എ ടി തങ്കം എന്നിവരെ സ്കൂളിൽ നിന്നും പുറത്താക്കി. സംഭവത്തിൽ പോലീസ് ഉടൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായി പ്രതിഷേധക്കാർ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തച്ചനാട്ടുകര പാലോട് ചോളോട് ചെങ്ങളക്കുഴിയിൽ ആഷിർ നന്ദയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണം സ്കൂൾ അധികൃതരുടെ മാനസിക പീഡനമെന്നാരോപിച്ച് മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു. പെൺകുട്ടികളായി കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം, ആൺകുട്ടികൾ നല്ലല്ലോ എന്നൊക്കെ എന്നിട്ട് ആ ടീച്ചർ എന്നെ വെക്കേഷനിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോറി പറഞ്ഞതൊക്കെ തെറ്റാണ്, ഇവളെത്തല്ല അബദ്ധേ, ഇവള് പാവമായിട്ട് വേറൊരു കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, ഇവള് ഞങ്ങളുടെ നിന്ന് സമ്മതം ഇതാക്കി ഞങ്ങളെ ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ് പഠിക്കുന്ന ടീച്ചറെ മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ പറയുക, ടീച്ചർ ഇനി അവളെ വിട്ടിട്ട് അപമാനിക്കും. ഞാനപ്പോൾ അവളോട് പറയലുണ്ട്, ആ ടീച്ചറൊക്കെ മുന്നിലുണ്ട്, നന്ദു എല്ലാവരും വരണട്ടോ, നല്ല പഠിക്കുകയും പിന്നെ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിനെതിരെയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ആരോപണമുന്നയിച്ചത്. 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ ആഷിർ നന്ദയ്ക്ക് മനോവിഷമം ഉണ്ടായിരുന്നതുമായാണ് മാതാപിതാക്കൾ ആരോപിച്ചത്. സ്കൂളിൽ വരുമ്പോൾ ബസ്സിൽ ഇറങ്ങിയപ്പോഴേ അവൾ പറഞ്ഞു ഞാനാണ് കൂട്ടാൻ പോയത്. ഷഫിൾ ചെയ്ത ശേഷം ഞാൻ കുറേ കരഞ്ഞു പറഞ്ഞു. ഞാൻ സമാധാനിപ്പിച്ച് കരയേണ്ട കാര്യം നോക്കാം പറഞ്ഞു. വീട്ടിൽ വന്ന് കളിക്കായിരുന്നു പിള്ളേർ, ഞാനവിടെ കളിക്കായിരുന്നു. അത് കഴിഞ്ഞ് അവൾ ട്യൂഷൻ ഉണ്ട്, തൊട്ട വീട്ടിലെ കുട്ടീൻ്റെ ട്യൂഷനായിരുന്നു. അവൾ വന്ന് മേലേക്ക് ചെന്നപ്പോഴാണ് ചേര് കാണില്ലായിരുന്നു. വീട്ടിലെ ചേച്ചി നോക്കിയപ്പോഴാണ് കണ്ടത്. എന്താ സംഭവിച്ചതെന്നറിയില്ല. അവളെ ഫ്രണ്ട് ഇവിടെ വന്നായിരുന്നു ഇന്നലെ. അവള് പറഞ്ഞു, ആ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു ടീച്ചറോട്. പിന്നെ അവളെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. സ്കൂളിൽ നിന്ന് മാനസികമായിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വന്നത്. ഇതിന് മുമ്പ് വിളിച്ച് കുറേ അവൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കി. ഇതിനു പിന്നാലെ ആഷിർ നന്ദയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കടുത്ത പ്രതിഷേധമുയർത്തുകയുണ്ടായി. പ്രതിഷേധം നിയന്ത്രിക്കാൻ പോലീസ് സ്ഥലത്തെത്തിയത് വലിയ സംഘർഷാവസ്ഥയ്ക്കും വഴിവെച്ചു. സ്കൂൾ അധികൃതർ രക്ഷിതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ പ്രതിഷേധം തുടർന്നതോടെയാണ് ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ മാനേജ്മെന്റ് നടപടിയെടുത്തത്. സ്കൂൾ പ്രിൻസിപ്പൽ ഒ പി ജോയ്സി, എഡ്യൂക്കേറ്റർമാരായ സ്റ്റെല്ല ബാബു, എ ടി തങ്കം എന്നിവരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് ഉടൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു ലഭിച്ചതായും പ്രതിഷേധക്കാരും അറിയിച്ചു. അതേസമയം വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി തെളിവെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.